ഒരു ചെറിയ കംപ്രസർ കിട്ടിയതാണ്. ഇതിൽ എഴുതിയിരിക്കണ 2 സിലിണ്ടർ കംപ്രസർ, എയർ കംപ്രസർ. അതായത് നമുക്ക് ബൈക്കിനും കാറിനൊക്കെ കാറ്റടിക്കാൻ പറ്റുന്നത്. അത് കിട്ടിയ സ്ഥലം നല്ലൊരു സ്ഥലമാണ്. മെയിനായിട്ട് നമ്മളൊരു സ്ക്രാപ്പ് യൂണിറ്റിൻ്റെ ടീമുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് പോയപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ വർക്ക് ചെയ്യുക വെച്ചാൽ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ ഒന്ന് നോക്കിയില്ലാണ്ട് എടുത്ത്. നമുക്ക് ആവശ്യമാണ് ബൈക്കിനും കാറിനൊക്കെ കാറ്റടിക്കാം. അത്യാവശ്യം നല്ലൊരു വോൾട്ട് DC 12 വോൾട്ടിന് കണക്ട് ചെയ്താൽ ആംബിയർ ഏകദേശം ഒരു 18 ആംബിയർ, മാക്സിമം പ്രഷർ 150 PSI. പിന്നെ അങ്ങനെയുള്ള ചെറിയ ചെറിയ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കടയിൽ കൊണ്ടുപോയി കാണിച്ചപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഒരു എക്സ്റ്റെൻഡ് ചെയ്ത് എടുക്കുന്ന വാൾവുണ്ട്. അപ്പോൾ അത് അതിൻ്റെ കണക്ടറൊക്കെ കൂടി വാങ്ങി. ഇതാണ് കണക്ടർ. പിന്നെ അതിൻ്റെ ബാക്കിയുള്ള സുനകളാണിത്. ഇത് നമുക്ക് എയർ അടിക്കണതിന് കണക്ട് ചെയ്യാനുള്ളത്. ഇതതിൻ്റെ ടൈറ്റ് ചെയ്തെടുക്കാനുള്ളത് വാഷർ, പിന്നെ 2 ടൈറ്റ് ചെയ്യണ ബോൾട്ട് പോലത്തെ സാധനം. ഇതിന് ഏകദേശം ഒരു ഫ്യൂസ് ഉണ്ട് വിത്ത് 2 മീറ്റർ കേബിൾ. ഏകദേശം ചില്ലറ പൈസയ്ക്കാണ് ഇത് കിട്ടിയത്. നല്ലൊരു മുതലായതുകൊണ്ട് നമ്മൾ ആ കയ്യിലുണ്ടായിരുന്ന ചെറുത്, അപ്പോൾ അത് അത്ര ഉപയോഗിക്കാൻ പറ്റില്ല, കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് ഇതിൻ്റെ ഒരു കേബിളുണ്ട്. ഈ കേബിളിന് ഏകദേശം ഒരു 70 രൂപ ഉണ്ട് 1 മീറ്റർ. അപ്പോൾ അതടക്കം ഏകദേശം ഒരു 500 രൂപ എടുത്ത് വന്നു. ഈ സെറ്റിന് അധികം പൈസ ചിലവാക്കേണ്ടി വന്നില്ല. ഇത് കൊണ്ടുവന്ന് കണക്ഷൻ കൊടുത്തപ്പോൾ സാധനം വർക്കിംഗ് ആണ്. ഇനി നമുക്ക് എയർ അടിക്കാനോ പെട്ടെന്ന് ഇപ്പോൾ എങ്ങോട്ടെങ്കിലൊക്കെ പോകണമെന്ന് വിചാരിക്കുമ്പോൾ കാറ്റില്ലെങ്കിലും പിന്നെ വണ്ടിയിലൊക്കെ വെച്ച് കൊണ്ടെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇനി ഇതിൻ്റെ പ്ലസ് മൈനസ് നോക്കിയിട്ട് വേണം 2 ക്ലിപ്പ് ഇടാൻ. അതും കൂടെ ഉള്ളൂ. അതേപോലെ ഈ ജോയിൻ്റാണ് ഇനി ഇത് ചെയ്യാനുള്ളത്. ഇനി ജോയിൻ്റ് പൈപ്പുമായി കണക്ട് ചെയ്യണം. അപ്പോൾ ഇതൊന്ന് കണക്ട് ചെയ്തിടാം. അപ്പോൾ ഓക്കെ, നമുക്ക് ആദ്യം ഇത് കണക്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് അതിന് കണക്ട് ചെയ്യാനുള്ളത്. ഈ സ്പ്രിങ്ങിൻ്റെ ആക്ഷനുള്ളതാണ് ഇത്. ഇതിന് ഇവിടെ ഈ സൈഡിലാണ് കണക്ട് ചെയ്യാനുള്ള പൈപ്പ്. സാധാരണ നമ്മൾ ഓസ് കണക്ട് ചെയ്യുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ഇത് കുറച്ച് ടെമ്പറിൽ കൂടിയ ഓസാണ്. അപ്പോൾ ഇത് ഏകദേശം കുറച്ചൊന്ന് ഗ്യാസ് ലൈറ്റൊക്കെ ഇട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം. എന്നാലേ ഇതിൻ്റെ കാര്യങ്ങൾ ക്ലിയർ ആയി കിട്ടുള്ളൂ. അതല്ലേ നമ്മൾ നല്ലോണം ടൈറ്റ് ചെയ്തുമ്പോൾ പെട്ടെന്ന് കിട്ടില്ല, ഒന്ന് ലൂസായി കിട്ടും, നല്ലോണം ടൈറ്റായി കിട്ടണം. ഇപ്പോൾ ഒന്ന് നന്നായി ലൂസായി. ഇനി നമുക്കിത് കയറ്റി വെക്കാം. കുറച്ച് നയിപ്പാണ് കയറ്റാനൊക്കെ, എന്നാലും വേണ്ടിയ കുറച്ച് ടൈറ്റുള്ള ഉണ്ട്. ഇതിൻ്റെ ഒരു ക്ലിപ്പിൽ പിന്നെ ആദ്യത്തെ ഒരു അനുഭവമാണിത്. ഒന്നുകൂടെ നന്നായി നോക്കുകയാണെന്ന് വെച്ചാൽ കറക്റ്റായി കയറും. പക്ഷേ പൈപ്പ് ഭയങ്കര ടൈറ്റാണ്. ഈ 2 കൈയിൻ്റെ ത്രെഡ് പോയിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഒന്നുകൂടെ ടൈറ്റ് ആക്കണമെന്ന് വെച്ചാൽ ഒന്നുകൂടെ ചൂടാക്കേണ്ടി വരും. ചൂടാക്കാം. ചൂടാക്കി കഴിഞ്ഞാൽ കയറേണ്ടതാണ്. അയ്യോ, ഒന്ന് നന്നായി ചൂടാക്കിയാലേ സാധനം ഫുൾ കംപ്ലീറ്റായി കയറുള്ളൂ. അയ്യോ, നല്ല ചൂടാണ്, നല്ല പണി കിട്ടും. അപ്പോൾ അത് ഇങ്ങനെ കറക്റ്റ് കയറ്റിയില്ലെങ്കിലേ പിന്നീട് നമുക്ക് എക്സ്ട്രാ കാറ്റൊക്കെ അടിക്കുമ്പോൾ ടെമ്പർ കൂടിയ ടയറിലൊക്കെ അടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി വരും. ഇപ്പോൾ കറക്റ്റായി കയറിയാണ്. നല്ല ബുദ്ധിമുട്ടാണ്. ചെറിയ സാധാ പൈപ്പ് കയറ്റുന്ന പോലെ. ഇപ്പോൾ കറക്റ്റായി. ഇനി കംപ്ലൈൻറ്റ് വരില്ല എന്നാണ് തോന്നുന്നത്. ഇനി ഇതിൻ്റെ ഈ
ത്രെഡുള്ളതാണ് ഇനി ഇതിനാണ് ടൈറ്റ് ചെയ്യണത്. അപ്പോൾ ഈ പൈപ്പിൻ്റെ ലാസ്റ്റ് വെച്ചിട്ടാണ് ഒന്നിടുന്നത്. ഇനി ഒന്നും കൂടെ ഇടണം. അതിൻ്റെ ഈ ഭാഗത്തിടുമ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ കാറ്റടിക്കുന്ന ഭാഗത്തുള്ള ഇടാളാണിത്. ഇതിട്ടിട്ട് വേണം നമുക്ക് അടുത്ത് ടൈറ്റ് ചെയ്യാൻ. അപ്പോൾ ഇത് രണ്ടും കൂടെ ആദ്യം ജോയിൻ്റ് ചെയ്യേണ്ടത്. ഇത് ജോയിൻ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ചെറിയ തുണിയോ അല്ലെങ്കിൽ ഒരു വാഷർ തന്നിട്ടുണ്ട്. ആ വാഷറും കൂടെ ഇട്ട് കഴിഞ്ഞാൽ സെറ്റപ്പായി ജോയിൻ ചെയ്യാം. ഈ ത്രെഡ് കയറാൻ അധികം ലൂസ് ഉണ്ടെങ്കിൽ ചെറിയ ഓയിലോ എന്തെങ്കിലും കൊടുത്ത് നമുക്ക് ടൈറ്റ് ചെയ്തെടുക്കാം. പക്ഷെ അത് ത്രെഡ് ക്ലിയർ ആയതുകൊണ്ട് അധികം ടൈറ്റ് ചെയ്യേണ്ടി വന്നില്ല. ഇനി ഈ പൈപ്പിനെ കണക്ട് ചെയ്തിടുക. അപ്പോൾ ചൂടാക്കി, ഇതിപ്പോൾ കുറച്ച് ചെറിയൊരു ഇതുള്ളൂ. അപ്പോൾ ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് കയറും. വല്ലാതെ ചൂടാവാനും ബുദ്ധിമുട്ടാണ്. ഓക്കെയാണ്. അയ്യോ ഇത് കറക്റ്റായി കയറി. അപ്പോൾ ഇത് കയറിയ സ്ഥിതിക്ക് ഇനി അടുത്ത 2 ക്ലിപ്പ് ഇടണ്ടുള്ളൂ. ഇതാണ് നമ്മൾ എയർ അടിക്കണ ഇതിൽ കണക്ട് ചെയ്യാനുള്ളത്. ഇത് ക്ലിപ്പ് വഴിയാണ് ചെയ്തിരിക്കുന്നത്. ഈ ക്ലിപ്പ് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ഇതിന് ഓൺ ഓഫ് സ്വിച്ചാണ്. അപ്പോൾ നമുക്ക് ഏകദേശം കാറ്റ് എങ്ങനെ കയറുന്നതിന് വെച്ച് ടെമ്പർ നോക്കിയിട്ട് വേണം അടിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെയുള്ള സെറ്റപ്പ് വാങ്ങിയത്. ഇനി 2 ക്ലിപ്പുണ്ട്. അതിലൊരു ക്ലിപ്പ് ഇവിടെ ഇടുക. ആ ക്ലിപ്പ് ഇട്ട് കഴിഞ്ഞാൽ അടുത്ത ക്ലിപ്പ് ടൈറ്റ് ചെയ്യുക. വാങ്ങേണ്ട ആവശ്യമില്ല, അത് ഉണ്ട്. ഇട്ട് ടൈറ്റ് ചെയ്താൽ മതി. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് നമ്മൾ ചെയ്യണത്. അപ്പോൾ ഇതിൽ കൂടുതൽ ചെയ്യുന്ന ടീമുകളുണ്ടാവും. പെട്ടെന്ന് ഇത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ സെറ്റപ്പ് കുറവുണ്ടാവും. ഇതിൽ കുറച്ച് ടൈറ്റായത് ഇട്ടുണ്ടെങ്കിലും കൂടുതൽ ടൈറ്റായാലും ഈ ത്രെഡാണ്ട് പോയി കിട്ടും. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടായി വരിക. അപ്പോൾ ആദ്യം ഒന്ന് ചെറുതായി ടൈറ്റ് ചെയ്തിടുക. അതേപോലെ ഇതിൻ്റെ ഈ ലാസ്റ്റ് സൈഡ് ടൈറ്റ് ചെയ്തിടുക. ഇത് കുറച്ച് ടൈറ്റ് കുറവുണ്ട്, പക്ഷെ എന്നാലും ഫുള്ളായി കയറിക്കണേ. അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും ചെറിയ കംപ്ലൈൻറ്റ് വരിക വെച്ചാൽ ഇവിടെ കട്ട് ചെയ്തിട്ട് ഒന്നും കൂടെ ചൂടാക്കി ടൈറ്റ് ചെയ്യണം. വേറെ ഇതിൽ വലിയൊരു കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ ചൂടാക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ ഞാനതിപ്പോൾ റൂമിൽ വെച്ചിട്ടാണ് ചെയ്യണത്. വേറെ ആരും ഇല്ല, ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം. അപ്പോൾ ഈ ഓസ് കറക്റ്റ് ടൈറ്റ് ചെയ്താലേ ഇതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയറായി കിട്ടുള്ളൂ. അപ്പോൾ ഓക്കെ. ഇനി നേരെ ഈ പൈപ്പിൻ്റെ ഇതാണ് ജോയിൻറ്റിൽ കണക്ട് ചെയ്യുക. ഓക്കെ, കണക്റ്റായി. ഇത്രേ ഉള്ളൂ പരിപാടി. ഇനി ഇതിൻ്റെ എൻഡാണിത്. ഇത് നമുക്ക് ബൈക്കിന് അതേപോലെ കാറിനൊക്കെ കാറ്റടിക്കുന്ന ഭാഗത്ത് കണ്ട് വെച്ച് കണക്ട് ചെയ്തിട്ട് ഈ സെറ്റ് ഓണാക്കിയാൽ പ്രഷർ കയറും. അപ്പോൾ നമ്മളെ ചെറിയ ആവശ്യങ്ങൾക്കുള്ള ഒരു ചെറിയ കംപ്രസർ റെഡി ആയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു 2 പിന്ന് കണക്ട് ചെയ്യാണ്ട്. അപ്പോൾ പിന്ന് കണക്ട് ചെയ്തിട്ട് കാറ്റടിക്കുന്നത് സെപ്പറേറ്റ് ചെയ്യാൻ വീഡിയോ ആയിട്ടിടും. അപ്പോൾ ഇത് ലെങ്ത്ത് കൂടുതലായതുകൊണ്ടാണ് ചുരുക്കി പറഞ്ഞത്. ഒരു ചെറിയൊരു സംശയത്തിനൊരു ഇട വരുന്ന ഭാഗം ഈ ഭാഗം മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാലും വലിയൊരു കുഴപ്പമില്ലാതെ അത്രയും ടെമ്പറായ സ്ഥിതിക്ക് കംപ്ലൈൻ്റ് ഇല്ല. ഇനി കംപ്ലൈൻറ്റ് വരികയാണെന്ന് വെച്ചാൽ ഇവിടെ കട്ട് ചെയ്യുക, ഒന്ന് ടൈറ്റാക്കി ഇടുക. ഈ ഒരു മെറ്റൽ കുറച്ച് ഹാർഡാണ്. ഇനി പൈപ്പ് പിടിക്കുമ്പോൾ ഭയങ്കര സ്ലിപ്പാണ്, അതുകൊണ്ടാണ് കുറച്ച് കയറ്റുന്നത്. അപ്പോൾ ഈ പൈപ്പ് അതേപോലെ ക്ലിപ്പ് അതുപോലെ ഈ ക്ലിപ്പ് ഇതൊക്കെ കൂടിയിട്ട് ഏകദേശം ഒരു 500 രൂപയുടെ അടുത്താവുന്നുള്ളൂ.
ഈ ഒരു സെറ്റിന് ഏകദേശം ഒരു എത്ര കൊടുത്ത് കാണും? കടകളിൽ ഞാനിത് കൊണ്ടുപോയി കാണിച്ചു ഇപ്പോൾ ഇത് ഗൾഫിൻ്റെ സാധനമാണ്, ഇവിടെ കിട്ടണമില്ല. അപ്പോൾ ഗൾഫ് ടീം എന്നിട്ട് ഇത് കംപ്ലൈൻ്റ് ആണ് വിചാരിച്ചിട്ട് ഒഴിവാക്കിയതാണ്. അപ്പോൾ ഇതിൽ ചെറിയ കംപ്ലൈൻറ്റ് കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മളതൊക്കെ തീർത്തെടുത്ത് ഇനി ഈ സാധനം നമ്മുടെ സെറ്റപ്പായിട്ട് 2 ക്ലിപ്പ് ഇടണം. ക്ലിപ്പിട്ട് കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി ഏകദേശം ഒരു 35 എച്ചിൻ്റെ ഒക്കെ ബാറ്ററി ആയി. അപ്പോൾ ഒന്നുകൂടി പ്രഷർ കൂടും, പെട്ടെന്ന് കാറ്റ് അറിയും, ഒന്നുകൂടി സെറ്റപ്പ് ആവും. അപ്പോൾ അതിന് വേണ്ടി കണക്ട് ചെയ്യാൻ ചെറിയ ചെറിയ പരിപാടികളൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് വീട്ടിൽ ചെയ്തെടുക്കാനൊക്കെ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.